ഇത് നമുക്ക് 6,500 റുപ്യ ആവശ്യപ്പെടും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. 6,50,000 രൂപ. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് എണ്ണ ഡിസംബർ 31 തീയതി വരെ ഇയർ എൻഡ് ഓഫർ, ന്യൂ ഇയർ ഓഫർ. 64,000 കിലോമീറ്റർ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 9,500 റുപ്യ ഫിക്സ്ഡ്. 9,50,000 രൂപയ്ക്ക് 15 ഇന്നോവ. ഞാൻ എന്നോട് പറഞ്ഞില്ല ഇതൊക്കെ എന്താ രജി 4 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 4,00,000 രൂപയ്ക്ക് 11 വണ്ടി. അത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള 2011 അപേക്ഷിച്ച് നല്ല വണ്ടിയാണ്. ടൈപ്പ് ഒറിജിനാലിറ്റി. ഇതൊക്കെ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ 6,400 റുപ്യ ചോദിക്കും, മാന്യമായിട്ട് എന്ത് ചെയ്തു കൊടുക്കാം അല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇത് 7,95,000 റുപ്യാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു പൊടിക്കായി കുറച്ച് കൊടുക്കാം അല്ലെ? ഒരുപാടധികം ആൾക്കാർ വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ പോലും നമ്മുടെ വീഡിയോ കാണാൻ, വണ്ടി എടുക്കുന്ന ആളുകൾക്ക് എന്താ പറയുക, ഇതിങ്ങനെ കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും ആളുകൾ. ഇത് നമുക്ക് 8 റുപ്യ നമ്മള് കിട്ടണം എന്നാ പറയുന്നത്. കാരണം ഈ വണ്ടി 2 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത വണ്ടിയാണ് കസ്റ്റമർ. ഓൾമോസ്റ്റ് നമ്മൾ 2 വർഷത്തോളം സ്ഥിരമായിട്ട് എല്ലാ മാസവും വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷോറൂം ആയിരുന്നു നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസ്. പക്ഷേ റെഡ് ബെല്ലിലെ ഈ ഒരു ഷോറൂമിൽ നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തുള്ളൂ. ഈ ഒരു ഷോറൂം അങ്ങനെ ഇവരൊന്ന് റീബ്രാൻഡ് ചെയ്ത് നൂർ മോട്ടോഴ്സ് കൊണ്ട് ഒരു 100 മീറ്റർ അപ്പുറം പുതിയതായിട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. റെഡ് ബെല്ല് തന്നെയാണ് നൂർ മോട്ടോഴ്സും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിടിലം വണ്ടികൾ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല കേരള വണ്ടിയും അതുപോലെ തന്നെ റീവണ്ടികളൊക്കെ ഉണ്ട്. മോഡൽ കുറഞ്ഞതും വില കുറഞ്ഞതും അങ്ങനെ പല ടൈപ്പ് ഓഫ് വണ്ടികളുണ്ട്. മെയിനായിട്ട് പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ടൊയോട്ട വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തോ, പക്ഷേ ഇവിടെ ഒന്ന് വന്ന് നോക്കാതെ പോരുത്. ഇവിടെ വന്ന് നോക്കാതെ പോയാൽ നിങ്ങൾക്ക് വൻ നഷ്ടം വരും. നൂറിനിക്ക അതെ, സ്വാഗതം. കിടിലം കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ? അതെ അതെ അതെ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അതായത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട്. ക്വാളിറ്റി വണ്ടി വില കുറച്ച്, അതാണ് നമ്മളെ ബ്രാൻഡിന്റെ പേര് തന്നെ. അതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, ടൊയോട്ടയുടെ വണ്ടി എടുക്കാനുണ്ടെങ്കിൽ ഇവിടെ വരിക അല്ലേ? നിർബന്ധമായിട്ടും വരണം. എന്തായാലും ഇപ്പം എന്താ പറയുക, ഇവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഒന്നുകിൽ പെരിന്തൽമണ്ണ ഉണ്ട്, അല്ലെങ്കിൽ നിലമ്പൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഒരു ട്രെയിൻ കയറിയിട്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നൊക്കെ വരാലോ. എടുക്കണമെന്നും ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ വന്ന് നോക്കിയാൽ നിങ്ങൾ എടുത്തു പോകും. അത്രയും എടുത്തിരിക്കും. അതെ, അല്ലെങ്കിൽ ഞാനൊരു മുതലുകൾക്ക് തലയ്ക്ക് വെച്ചു കൊടുക്കും നല്ലൊരു വണ്ടി. അതാണ് നമ്മളെ കച്ചവടം. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കിടിലം വണ്ടികൾ കുറച്ചെണ്ണം കാണിച്ചു തരാം, മാക്സിമം വില കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇവരുടെ പഴയ ഷോറൂമിലുള്ള കുറച്ച് വണ്ടികൾ ഇവിടുന്ന് കാണിച്ചു തരാം, ബാക്കി കുറച്ചെണ്ണം അവിടെ നിന്ന് കാണിച്ചു തരാം. അതെ അതെ, തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ആദ്യം മുതലുള്ള ഷോറൂമിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. തറവാട്. അതെ, നമ്മുടെ തറവാട് വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല. അതാണ്. അത്യാവശ്യം കുറച്ച് വില കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളാണ് ഇവിടെ ഇട്ടുള്ളത്. അതെ, ഈ വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ അപ്പുറത്തുള്ള കുറച്ച് വണ്ടികളും കൂടി പലർക്കും സംശയമുണ്ട്, ഇത് റെഡ് ബെല്ലും ഇതും അതൊക്കെ ഒന്നാണോ എന്നുള്ളത്. അത് ഒന്ന് തന്നെയാണ്, സംശയിക്കണ്ട അല്ലേ? ഓക്കെ, അപ്പോൾ വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത് അങ്ങനെ തന്നെയാണ് സംഭവം. ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അതെ അതെ അതെ. നമുക്ക് കുറച്ച് സെറ്റപ്പ് ആണെന്ന് തോന്നി വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സെറ്റപ്പ് ആക്കി അവിടെ തുടങ്ങിയുള്ളൂ. അതല്ലാണ്ട് വില കൂടിയിട്ടില്ല. അപ്പൊ നേരത്തെ ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2012 V ആടാ. 12 V അല്ലേ? നമ്മളെ ഓവർ ലോങ് കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അയച്ചു കൊടുക്കൂലേ? എല്ലാം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നല്ലോ മോനെ, 4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കാറ്റലോഗ് ഉണ്ട്. അതിൽ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണ്ടിവർക്ക് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, സംവിധാനം ചെയ്ത് കൊടുക്കും. ശരി, ഇതിപ്പോ മോഡൽ ഇത് 2012 V വണ്ടി. 12 V. ഇത് കിലോമീറ്റർ ജെന്യൂൻ ആണെന്ന് പറയേണ്ട. ഇതിനകത്തുള്ള 180 ശരി, അപ്പൊ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 6,500 റുപ്യ ആവശ്യപ്പെടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 6,50,000 രൂപ. അതുപോലെ തന്നെ ഫുൾ ടാങ്ക് എണ്ണ ഡിസംബർ 31 തീയതി വരെ ഇയർ എൻഡ് ഓഫർ, ന്യൂ ഇയർ ഓഫർ. അതുപോലെ തന്നെ ഇത് 13 V ഗ്രേ കളർ. 13 V. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ അതെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ. നല്ല നീറ്റാണ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപാകതകൾ എന്ന് പറയാൻ മേജർ കേസ് ഒന്നുമില്ല. ബോണറ്റ് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ മേജർ അല്ല, മൈനർ ആണ്. ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ 7,000 റുപ്യന്റെ വണ്ടിയാണ്. 7,400 റുപ്യക്ക് 13 V വണ്ടി 7,25,000 രൂപ. അതും അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടി. അതെ അതെ അതെ. അതുപോലെ തന്നെ പുറകിലൊരു പഴയ ഷേപ്പ് വണ്ടി കിടക്കുന്നുണ്ട്. പഴയ ഷേപ്പ് ഉണ്ട്. 2011 വണ്ടിയാണ്. 11 ടൈപ്പ് 2 ഒറിജിനാലിറ്റി വണ്ടി. 11 ഒറിജിനൽ ടൈപ്പ് വണ്ടി. ഇത് കിലോമീറ്റർ അറിയോ? ഇത് കിലോമീറ്റർ ഒന്നും നോക്കണ്ട കുഞ്ഞു. ഇതിലൊക്കെ ഉള്ള കിലോമീറ്റർ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. ഇത് 4 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 4,00,000 രൂപയ്ക്ക് 11 വണ്ടി. അത് നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള 2011 അപേക്ഷിച്ച് നല്ല വണ്ടിയാണ്. ടൈപ്പ് 2 ഒറിജിനാലിറ്റി. ഇത് കൂടെ പറഞ്ഞാലോ? ഇത് 2011 തന്നെ. ടൈപ്പ് 4 ആക്കിയ വണ്ടി. സെയിം സാധനം തന്നെ, ഒന്ന് ടൈപ്പ് 4 ആക്കി. ഇതിപ്പോ ഒരു 75,000 റുപ്യ ചെലവാക്കുമ്പോ ടൈപ്പ് 4 ആകും. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,500 റുപ്യക്ക് ഇതും കൊടുക്കും. 4,500 റുപ്യ അല്ലേ? ടൈപ്പ് 4 ആക്കിയതിന്റെ പൈസ എക്സ്ട്രാ വന്നു. അതെ 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 അതെ. ഓക്കെ, അപ്പൊ എന്തായാലും 4,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 വണ്ടി അല്ല 4,500 ഉണ്ട് 11 മോഡൽ. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? സിൽവർ 2012 V വണ്ടി. 12 V ആണ്. അതെ, 12 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? 12 ഫുൾ ഓപ്ഷൻ വണ്ടി. ക്രിസ്റ്റ 15 Z-ന്റെ വീലും ടയറൊക്കെ ഇട്ട വണ്ടി. നല്ല നീറ്റാട്ടോ വണ്ടി. അതെ അതെ. അപാകതൊന്നുമില്ലല്ലോ അല്ലേ? മേജർ ആയിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മളൊരു എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാണ്. ശരി, നമുക്ക് എന്താ വില? ഇത് 2012 വണ്ടി നമ്മൾ 6,500 റുപ്യ ചോദിക്കും. 6,400 റുപ്യക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം. 6,25,000 രൂപ. ഇതൊന്നും അല്ലട്ട വില, എനിക്കറിയാലോ. പിന്നെ നമ്മളിത് അതെ അതെ അതെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ അതെ അതെ. ഇതാണെങ്കിലോ? ഇത് 13 G4 ഇന്നോവ. 13 G4 അല്ലേ?
ഇത് നല്ല നീറ്റ് അല്ല വണ്ടി. 13 G4 കേരളത്തിലെ നമ്പർ ആയ വണ്ടി. ഇതൊക്കെ നമുക്ക് എന്താ വരുന്നത്? ഇത് നമ്മൾ 6.25 ചോദിക്കും, മാന്യമായിട്ട് എന്ത് ചെയ്തു കൊടുക്കാം അല്ലേ? വണ്ടിയൊക്കെ നല്ല നീറ്റാണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അതെ, അതുപോലെ തന്നെ നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തൊരു വണ്ടി ഉണ്ടല്ലോ. ഇതോ ഇത് 2012 ഒറിജിനൽ കേരള വണ്ടി. 12 ഒറിജിനൽ കേരള. 12 ആണ് ഇവിടെ കൂടുതൽ അല്ലേ? 12 ഒറിജിനൽ കേരള വണ്ടി വേണ്ടിയവർക്ക് ഒറിജിനൽ കേരള വണ്ടി 12V. പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് വേറെ, ഈ വണ്ടി 14 റേസർ ഉണ്ട്, അതുകൊണ്ട് 29 വരെ പേപ്പർ ഉണ്ടാവും. അതെന്തൊരു ഉപകാരമായി. അതെ അതെ, 1.40 ഓടിയത്, 1.40 പ്രോപ്പർ കിലോമീറ്റർ, രണ്ടാമത്തെ ഓണർ വണ്ടി. അടിപൊളി. വിലയോ? വില നമുക്ക് 9.5 ഉറുപ്പ്യൊക്കെ ചോദിക്കും. അതൊന്നും അല്ല, സോറി 8.5 ഉറുപ്പ്യൊക്കെ ആസ്ക് ചെയ്യും. 12V വണ്ടി ഒറിജിനൽ കേരള, ഒറിജിനൽ കേരള വണ്ടി അല്ലടാ. 1.60 1.40 ഓടിയിട്ടല്ലേ ഉള്ളൂ വണ്ടി. നമുക്ക് എന്താ വില പറഞ്ഞെങ്കിൽ 8.5 ഉറുപ്പ്യാണ്. ഒരു 8.25 ഉറുപ്പ്യക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കും. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 15 ഒറിജിനൽ കേരള വണ്ടി. 15 ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ. ഇതിന്റെ അകത്ത് വീലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിപ്പോ ക്രിസ്റ്റന്റെ വീല്, പ്രൊജക്ടർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത സിൽക്കി ഗോൾഡ് വണ്ടിയാണ്. ഇത് നമുക്ക് വില എത്ര? ഇത് നമ്മള് 9 ഉറുപ്പ്യന്റെ വണ്ടിയാണ്. റീവണ്ടിന്റെ വിലയാണ് ഈ 9 ഉറുപ്പ്യ. 8.5 ഉറുപ്പ്യക്ക് ഇത് കൊടുക്കാം. അതും 15 ഒറിജിനൽ കേരള. ശരി. ഇതാണെങ്കിലോ? ഇത് അതുപോലെ തന്നെ 13 വണ്ടി. 13 അല്ലേ? 13 G4. ഓക്കെ. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 2.20. എത്ര റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഒറ്റ വിലയെ പറയുള്ളൂ, 6 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാം. 6 ലക്ഷം ഉറുപ്പ്യക്ക് 13 G4 ഇന്നോവ. അടിപൊളി പ്രൈസ് അല്ലേ? ഇതിലാരൊക്കെ കുറച്ച് എങ്ങനെ ചങ്ങായി പണി നടത്താൻ പറ്റില്ല. ഇതോ? ഇത് 13V വണ്ടി. നല്ല നീറ്റ് വണ്ടി. 13 വണ്ടി, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, ഞാൻ പറഞ്ഞില്ല ക്രിസ്റ്റന്റെ വീല്, ആൻഡ്രോയിഡ്, സീറ്റ് കവർ, എല്ലാ സാധനവും ഉണ്ട്. കൊണ്ടുപോകണ ഫുൾ ടാങ്ക് എണ്ണി ഞാൻ അടിച്ചു കൊടുക്കും, നേരെ കൊണ്ടുപോയാൽ മതി. ഇത് നമുക്ക് എന്താ വില? ഇത് 7,95,000 ഉറുപ്പ്യാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു പൊടിക്കായി കുറച്ച് കൊടുക്കാം അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞുണ്ടല്ലോ, ഇതും അതുപോലെ തന്നെ ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ളത്. പിന്നെ ഒറിജിനൽ മലയാളിയാണ് വണ്ടി, KL 60 വണ്ടിയാണ്. അതും ക്രിസ്റ്റന്റെ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റന്റെ വീലും ബാക്ക് സ്കേർട്ടും ഫ്രണ്ട് സ്കേർട്ടും ഒക്കെ ചെയ്ത വണ്ടി. 2013 ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ Z ഓപ്ഷൻ ആണ് ഈ വണ്ടി. Z ഓപ്ഷൻ, സെക്കൻഡ് ഓണർ, 1.80 പ്രോപ്പർ സർവീസ്. അടിപൊളി. അപ്പൊ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9.5 ഉറുപ്പ്യൊക്കെ നമ്മൾ ചോദിക്കും. ഒരു 9 ഉറുപ്പ്യ ഇട്ടാൽ നമുക്ക് കൊടുക്കാം. ഒറിജിനൽ കേരളയാണ് ഈ വണ്ടി. Z ഓപ്ഷൻ ആണ്, ഒറിജിനൽ കേരളയാണ്, 1.80 സർവീസ് ആണ്. എന്താ മാണ്ടിയേ? ഒന്നും വേണ്ട. അതന്നെ എന്തെങ്കിലും കുറച്ച് കൊടുത്തേക്ക്. ബാക്കിലായിട്ട് നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തൊരു വണ്ടി കൂടി ഉണ്ട്. ഇത് 2012 G4. 12 G4 അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് അല്ല വണ്ടി? നല്ല നീറ്റ്. ഇതെന്താ വെച്ചാൽ വൈറ്റിലാണെങ്കിലും പേൾ വൈറ്റ് അടിച്ച വണ്ടിയാണ്, പേൾ വൈറ്റ് കളർ ആക്കിയ വണ്ടിയാണ്. 12 ആണ്, G4 ആണ്. അതെ, റിയ ആണ്, ABS എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ വില? ഇത് നമ്മളൊരു ഒറ്റ വില ഇതിന് പറയുള്ളൂ, വലിയ വില പറയാൻ പറ്റൂലല്ലോ. 4,90,000 രൂപ. 4,90,000 12 ഇന്നോവ കൊടുക്കുക. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, അത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. ഇതാണെങ്കിലോ? ഇത് 2015 വണ്ടി. 15 വണ്ടി. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഒന്നും പറയണ്ട, ഇതിനകത്തുള്ള കിലോമീറ്റർ നമ്മൾ പറഞ്ഞാൽ മതി, ജെന്യൂൻ ആണെന്ന് പറയണ്ട. ഇത് നമ്മൾ 8.5 ഉറുപ്പ്യ ചോദിക്കും, 8.25 15 കൊടുക്കാം. 8.25 അല്ലേ? അത് വേറെ പകുതിയൊന്നുമില്ല. മേജർ കേസുകളൊന്നും. പിന്നെ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് എല്ലാ വണ്ടിയും കേരളത്തിലാക്കിയിട്ടേ കൊടുക്കുള്ളൂ. KL അല്ലാത്ത വണ്ടിന്റെ കച്ചവടം നമ്മളെ കയ്യിലില്ല. അതെന്താ പറയാ, റിസ്കിന് കഴിയൂലെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഈ സംഗതി ഒന്നും കിട്ടൂല. ഇന്ത്യക്കാരെ കേസല്ല, എനിക്കറിയാലോ. ആജ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണ് വലുത്. നമുക്ക് ഇന്ത്യയിൽ ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് കല്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ നാളെയാണ്, പക്ഷെ ഓല കഴിച്ചിൽ ഒരു മാസമാണ്. ശരി, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോ. 15 വണ്ടി എത്ര വില പറഞ്ഞാൽ? 2015 വണ്ടി 8.25 ഉറുപ്പ്യ. ഒരു വണ്ടി കൂടി കാണിച്ചു. ഇതാണെങ്കിലോ? ഇത് 12 വണ്ടി. 12 ആണ്. ഒറിജിനൽ കേരള വണ്ടി. അത് 12 ഒരുപാട് വണ്ടി ഉണ്ട്. 12 ഒരുപാട് വണ്ടി ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്, അതുകൊണ്ട് ചെറിയ പൈസക്ക് അത് കൊടുക്കണം. ഈ വണ്ടിന്റെ വിലക്ക് കൊടുക്കുക. 5.5 ഉറുപ്പ്യക്ക് കൊടുക്കുക. 5.5 ഉറുപ്പ്യക്ക് 12 കേരള വണ്ടി. അതെ അതെ, നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുണ്ട്, മര്യാദ വൃത്തിയുണ്ട്. ഇപ്പൊ ഈ കാണിച്ച വണ്ടികളൊക്കെ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കും. അതെന്തായാലും അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പുറത്തെ ഷോറൂമിലെ ബാക്കിയുള്ള അതെ അതെ, ബാക്കി കാണിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നോവയുടെ കളക്ഷൻ തീരുന്നില്ല അല്ലെ? അതെ, ഇന്നോവയാണ്. ഇവിടെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അതെ അതെ, ജസ്റ്റ് ഡീറ്റെയിൽ നമുക്ക് ഓടിച്ചു പറഞ്ഞു. ഒരു 10-20 ഇന്നോവ 20 മിനിറ്റിൽ അവസാനിപ്പിക്കാം. അതാ പറഞ്ഞത്, എല്ലാം ഒരേ സാധനം, വെറുതെ എല്ലാം ഡീറ്റെയിൽ ആക്കണ്ട അല്ലേ? അതെ 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 അതെ, ഒരേ സാധനമാണ്, പക്ഷെ എന്താ പേരുകൾ വ്യത്യാസം ഉണ്ട്. G2 ഉണ്ട്, G3 ഉണ്ട്, G4 ഉണ്ട്, B ഉണ്ട്, Z ഉണ്ട്. അതെ അതെ, അല്ല ഇതെന്താ ഒരേ സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾ എന്താ ഇതിലെന്താ മനസ്സിലാക്കേണ്ടി ഒഴിഞ്ഞ് ഇത് വീഡിയോ, നമ്മളെ വീഡിയോ കാണുന്ന മണിക്കൂറുകളോളം ഇവിടെ വരുന്ന ചില സ്ത്രീകളൊക്കെ നമ്മളോട് പറയണേ നമുക്കറിയാം. ഇക്കാന്റെ വീഡിയോ കണ്ടിട്ടാണ് മൂപ്പര് ഉറങ്ങുള്ളൂ. ഓരോ മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടല്ലോ. ശരിക്കും എന്താ പറയാ, ചില ആളുകൾ എന്താ ഓരോ വിശ്വാസ പ്രകാരം നാമം ജപിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഖുർആൻ ഓതിയിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഇന്റെ വീഡിയോ കണ്ട് ഉറങ്ങുന്നവരുണ്ട്, ബൈബിൾ വായിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്. അതെ, അപ്പൊ എന്താ പറയാ, പല രീതിയിലും ആളുകളുണ്ട് നാട്ടില്. അല്ല, ഞാൻ പറയുമ്പോ
ഒരുപാടധികം ആൾക്കാർ വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ പോലും നമ്മുടെ വീഡിയോ കാണാൻ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് എന്താ ഇതിങ്ങനെ കോൺഫിഡന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും ആളുകൾ. അപ്പൊ ഈ വണ്ടി ഇതിപ്പോ മോഡൽ ഇത് 2015 സെക്കൻഡ് ഓണർ വണ്ടി. ശരി, ഈ കിലോമീറ്റർ ഗ്രേ കളർ G4 റീ-രജിസ്ട്രേഷൻ വണ്ടി 1,75,000 കിലോമീറ്റർ ആണ് ഇതിലുള്ളത്. വില എത്ര വരും? വില നമ്മൾ 8,500 റുപ്യ ആസ്ക് ചെയ്യും, മാന്യമായിട്ട് നമുക്ക് കൊടുക്കാം. ഈ സിൽവർ ആണെങ്കിലോ? ഇത് 2015 Z ഇന്നോവ. ഇന്നോവയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ ഈ ഷേപ്പിലെ ഫുൾ ഓപ്ഷൻ. അതെ 2015 ഇന്നോവ ഇറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. നല്ല നീറ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം ഉണ്ട്. അത് കമ്പനി സീറ്റ് കാര്യങ്ങൾ പിന്നെ ഇതൊന്നും അഡീഷണൽ നമ്മൾ പറയണ്ടല്ലോ. എന്ന് പറയുമ്പോൾ കിലോമീറ്റർ 1,64,000 കിലോമീറ്റർ. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 9,500 റുപ്യ ഫിക്സഡ്. 9,50,000 15 Z ഇന്നോവ. ഞാൻ എന്നോട് പറഞ്ഞില്ല ഇതൊക്കെ എന്താ ചെറിയൊരു വിലക്ക്. ഇതൊക്കെ ഇതിലുള്ളൊരു വിഷയം എന്താ റീ ആയിക്കോട്ടെ ബൈ Z ഇന്നോവ എവിടെയും കിട്ടും ഈ വിലക്ക്? ഇവിടെ കിട്ടൂലേ? അതെ, നമ്മളടുത്തേ കിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താ, നമ്മൾ വില കുറച്ച് കൊടുക്കണോണ്ട്. ഇതാണെങ്കിലോ? ഇത് 13 ഇന്നോവ. 2013 ഇന്നോവ സെക്കൻഡ് ഓണർ വണ്ടി. G4. ഒരുവിധം വണ്ടിന്റെ ഒക്കെ ഇന്ത്യയിൽ ഒക്കെ നല്ല നീറ്റാണ്. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കില്ല. ഏത് വണ്ടിയിൽ വേണമെങ്കിലും അതെ അതിപ്പോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി 4 നമ്പർ ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്. ഇതിൽ എല്ലാ റെഡി സ്റ്റോക്ക് ഉള്ള വണ്ടിന്റെ ഡീറ്റെയിൽ ഒരു 12 ഫോട്ടോ ഉണ്ടാവും ഒരു വണ്ടി. 13 വണ്ടി നമുക്ക് എന്താ വില? 13 വണ്ടി നമുക്ക് 6,400 റുപ്യ കൊടുക്കും. 6,400 അല്ലേ? ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആട്ടോ. അതൊക്കെ ചെയ്യും. സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ അതെന്തായാലും ചെയ്തു കൊടുക്കും. ഇതാണെങ്കിലോ? ഇത് 2013 V തന്നെ. 13 ഫുൾ ഓപ്ഷൻ വണ്ടി. 13 ഫുൾ ഓപ്ഷന്റെ ഒരു ചൊറുക്ക് നോക്കിയാ നല്ല അഡാറ് ക്വാളിറ്റിയാ വണ്ടി. അങ്ങനെയല്ല, ചില വണ്ടികൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അതെ ഇന്ത്യയിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇന്ത്യയിലൊക്കെ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്ത് അത് ഞാൻ പറഞ്ഞത് ഒരുവിധം എല്ലാ വണ്ടി നല്ല നീറ്റാണ്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8 റുപ്യ നമ്മള് കിട്ടണം എന്നാ പറയുന്നത്. കാരണം ഈ വണ്ടി 2 കൊല്ലം മുമ്പ് ഞാൻ കൊടുത്ത വണ്ടിയാ കസ്റ്റമർക്ക്. കുറച്ച് കൂടുതലല്ലേ? അല്ല, ഇനി 8,500 റുപ്യക്ക് അന്നോൾക്ക് കൊടുത്താ ഓലോട് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു 50 റുപ്യ പോവുള്ളൂ. 2 കൊല്ലം കൊണ്ട് 2.5 കൊല്ലമായി. 2.5 കൊല്ലം കൊണ്ട് 50 റുപ്യ പറഞ്ഞാൽ സ്വാഭാവികമാണല്ലോ. 8,50,000 രൂപ അല്ലേ? 8 റുപ്യ. ഇതാണെങ്കിലോ? ഇത് 13 മോഡൽ 14 രജിസ്ട്രേഷൻ വണ്ടി. ഇത് G4 അല്ലേ? ഈ രജിസ്ട്രേഷൻ ആവുമ്പോൾ എന്താ നിങ്ങള് ഈ രജിസ്ട്രേഷൻ ഒരു കൊല്ലം കൂടുക പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഹൈലൈറ്റ് ആണ്. ആളുകൾക്ക് ഒരു കൊല്ലം പിന്നെ നീട്ടി കിട്ടാണല്ലോ ടാക്സ് റിന്യൂവലും. ഇത് നമുക്ക് എന്താ വില? ഇതും നമ്മൾ ഇതുപോലെ തന്നെ 6,400 റുപ്യ. 6,70,000. അതൊക്കെ ഫുൾ ടാങ്ക് എണ്ണ ഡിസംബർ 31. എത്ര ഡിസംബർ എത്ര മോനെ? ഡിസംബർ 31 ഉണ്ട്. അന്ന് നമ്മൾ അടിച്ചു കൊടുക്കും. ഇനി ഈ വൈറ്റ് ആണെങ്കിലോ? ഇത് 2012 വണ്ടി. 12 ആണ്. കിലോമീറ്റർ ഒക്കെ എന്തായാലും പറയണ്ട. കിലോമീറ്റർ ഇതിലുള്ള 2 ലക്ഷമാണ്. ജെനുവിനാണെന്നൊന്നും നമ്മൾ പറയണ്ട. അതെ ഇതിപ്പോ നമുക്ക് 12 ഉണ്ടാവില്ല. ഇത് 12,500 റുപ്യൊക്കെ ചോദിക്കും. ഒരു 5 റുപ്യ ഇട്ടാലും കൊടുക്കാം. നമുക്ക് 4,90 ഇട്ടാലും കൊടുത്താൽ അടിപൊളി. അതേപോലെ തന്നെ സെയിം സാധനം ഉണ്ടല്ലോ. ഇതും 2012 വണ്ടി. 12 തന്നെ അല്ലേ? 12 രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. 12 രണ്ടെണ്ണം അല്ല, 12 സിൽവർ, സിൽക്കി ഗോൾഡ്, സീരിയ ജനരി ഒരുപാട് വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ ഒരു 5,500 റുപ്യ ആസ്ക് ചെയ്യും, മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഇന്ത്യയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല നീറ്റാണ്. ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സിൽവറോ? അത് 12 V ആണ്. 12 ഫുൾ ഓപ്ഷൻ. അതെ, നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് എന്താ വില? 12 V നമുക്ക് എന്ത് ചെയ്യാ? 7 റുപ്യാണ് 12 വണ്ടിയൊക്കെ ഇപ്പൊ നമ്മൾ ശരാശരി വിൽക്കണ വില. ശരി, അതൊന്നും നോക്കണം. നമുക്ക് 6,400 കൊടുക്കാം. 6,70,000 റുപ്യക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്താണ്ട് കൊടുക്കാം. ഇനി ഈ സിൽവറോ? ഈ സിൽവർ മോനെ 2012 G4. 12 G4 അല്ലേ? ഇത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. അതെ. ഇത് ടൈപ്പ് 4 ആക്കിയതാണ്, ബമ്പറൊക്കെ മാറിയതാണ്. 12 ആവുമ്പോ ടൈപ്പ് 4 നമുക്കറിയാം ടൈപ്പ് 3 ആണ് വരിക. അപ്പൊ അതിന്റെ ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റും മഡ്ഗാർഡും കാര്യങ്ങളൊന്നും മാറണ്ട. ബമ്പറും ഗ്രില്ലും ഫോഗ്ലാമിന്റെ കപ്പും മാറിയ ബാക്ക് ഫ്രണ്ട് കൊണ്ട് ടൈപ്പ് 4 ആയി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒറ്റ വില പറയുന്നുള്ളൂ. മാന്യമായിട്ടുള്ള ഒരു വില. ABS എയർബാഗ് ഒക്കെ വരുന്നുണ്ട്. 5,500 റുപ്യക്ക് കൊടുത്താൽ 5,50,000 രൂപ നീറ്റ് വണ്ടി അല്ലേ? അതെ. അതുപോലെ തന്നെ ഇത് നല്ല കിളിക്കുഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ. ഇത് 15 G4. 15 G4. അതായത് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല. അതെ. ഫ്രണ്ടിൽ ലിപ്പ്, ബാക്കിൽ ലിപ്പ്, മറ്റേ വെറൈറ്റി ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവർ, ആൻഡ്രോയിഡ് എല്ലാ സാധനവും ഉണ്ട്. മോഡൽ ഏതാ പറഞ്ഞേ? 15 അല്ലേ? 15 ആണ്. V അല്ലല്ലോ? G4. എന്താ വില? ഇത് നമ്മൾ 9 റുപ്യ ആസ്ക് ചെയ്യും. ഒരു മാന്യമായ ലെവലിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ളതുകൊണ്ടാട്ടോ ഇതിനൊക്കെ നമ്മൾ ഈ പറയുന്നത്. 15 ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 8,500 റുപ്യ ഞാൻ പറഞ്ഞല്ലോ എന്നോട്. അതുകൊണ്ട് ശരി. ഇതോ? പിന്നെ ഇപ്പൊ എന്താ പറയുക, ഒരു വണ്ടി നമ്മൾ എടുക്കുമ്പോൾ 4 ടയർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ 4 ടയർ ഇടും. അപ്പൊ 15,000 റുപ്യ വണ്ടിയിൽ വില കൂടി. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഓരോ സംഗതികൾ ചെയ്ത് വരുമ്പോഴേ അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വറവായി എനിക്കും കിട്ടേണ്ട മോനെ. അതാണ് എന്റെ കേസ്. ഇത് 14 വണ്ടി. G4 എന്തുണ്ട്? 7.5 ഒരു 7.25 നമുക്ക് കൊടുക്കാം. അതൊക്കെ തരും. ഇതാണെങ്കിലോ? ഇത് 15 V വണ്ടി. 15 V അല്ലേ? നല്ല നീറ്റ് വണ്ടി കേട്ടോ. 4 ടയർ ഏകദേശം ഒരു 80% ഉണ്ട്. ബോഡി വൈസ് നല്ല നീറ്റ് ആണ്. 15 ആണ്. വില 9,500 റുപ്യ. 9,500. 15 വണ്ടി കുറയൂലേ? കുറയാന്ന് പറഞ്ഞ 15 V വണ്ടിക്കൊക്കെ മാക്സിമം കുറച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ അതൊക്കെ ചെയ്യാം. ഇതോ? ഇത് 2015 G4. 15 G4 അല്ലേ?
ഇതും നല്ല നീറ്റ് വണ്ടിയാണ്. ഇതിപ്പോ നമുക്ക് എത്ര വരുന്നുണ്ട്? ഇത് നമ്മൾ 8,500 റുപ്യ ചോദിക്കും, ഒരു മട്ടത്തിൽ അതും കൊടുക്കാം അല്ലെ. ഒരു വണ്ടി കൂടി കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കേട്ടോ. അതെ. ഇതോ? ഇതും 2016 വണ്ടി. 16 16. അടിപൊളി. ഇന്നോവയിൽ അവസാനം ഇറങ്ങിയ വണ്ടി. അതെ അതെ, ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി. അതെ അതെ, ഇന്നോവ, ടൊയോട്ട ഇന്നോവ, സാധാ ഇന്നോവ. മറ്റേ പിന്നെ ക്രിസ്റ്റ, ഐക്രോസ് എന്നാണ് പേര് മാറിയല്ലോ. ഇത് പേര് മാറാത്ത ഒറിജിനൽ ഇന്നോവ. എന്താ വില? ഇത് നമ്മൾ 9.5 9.15 കൊടുക്കാം. 9.15 കൊടുക്കാം. അതിലും കുറയും അല്ലേ? അതിലൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എന്നോട് പറഞ്ഞില്ല, ഇതുമ്പോ നോക്കിയാൽ ക്രിസ്റ്റന്റെ വീലും ടയറും ഞാൻ ഇട്ടതാ. റുപ്യ 40,000 ആവും. പ്രൊജക്ടർ ലൈറ്റ് ഞാൻ വെച്ച 15,000 ആയി, 55,000 ആയില്ലേ. GR-ന്റെ ഗ്രില്ല് ഞാൻ വെച്ച 8,000 ആയി. എത്രയായി കണക്ക് കൂട്ട്? ഇതിപ്പോ എന്താ ഒരു 75 റുപ്യ ഞാൻ തുമ്പോ കയറ്റിയത്. അങ്ങനെ ഉണ്ടല്ലോ. ഈ കയറ്റിയ പൈസ ഇങ്ങോട്ട് കിട്ടൂല, പക്ഷെ വിൽപ്പനക്ക് ഒരു എളുപ്പമുണ്ടാവും. ആളുകൾ കാണുമ്പോ അതെ 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 അതെ. വണ്ടി എന്ന് പറഞ്ഞ സാധനം എന്താ ആ മൊഞ്ച് വേണം ശരിക്കും. എന്താ എങ്ങനെ അല്ലല്ല, ശരിക്കും എന്താ പറയാ, വണ്ടി ഇങ്ങനെ കാണുമ്പോ മിസിരി പെൺകുട്ടികളെ ഒരു ചൊറുക്ക് ഇങ്ങോട്ട് തോന്നണം. അങ്ങനെയുണ്ട് മിസിറുള്ള പെൺകുട്ടികളെ കാണാൻ. അതിങ്ങനെ കാണുമ്പോ അല്ല, നമ്മള് ഗൾഫിലൊക്കെ പോയോണ്ട് നമ്മക്കറിയാം ആ ഒരു ഗെറ്റപ്പ് വണ്ടി ഉണ്ടെങ്കിൽ ആൾക്കാർ വണ്ടി എടുക്കുള്ളടാ. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഒരു മനുഷ്യൻ, ഞാനോട് പറഞ്ഞില്ല, ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ് ഒരു ഇന്നോവ വാങ്ങാന്നുള്ളത്. അവന്റെ ഫാമിലി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുതൽ കൊണ്ടുപോകുന്നത്. അപ്പൊ മാക്സിമം നല്ല വണ്ടി ആളുകൾ എടുക്കുള്ളൂ. സന്തോഷമായിട്ട് പോവാ, സന്തോഷമായിട്ട് ചിരിച്ച് സലാം പറഞ്ഞു പോകാം. ഇത് 9.5 ഞാൻ പറഞ്ഞു, 9.15 കൊടുക്കാം. അതൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിന്റെ ഒക്കെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ബാങ്ക് ലോൺ കൊടുക്കും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് ബെൽ യൂസ് നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്നും വീഡിയോ എടുക്കാൻ സാധ്യതയില്ല. അല്ല, എടുക്കും. നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇത് നമ്മളെ തറവാടാണ്. നമ്മൾ തറവാട് വീട് വിട്ടാണ്ട് ഒരു കളിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. അതെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇനിയിപ്പോ വണ്ടികൾ അവിടെ ഉണ്ടാവും, അതുകൊണ്ട് കാണിക്കുന്നത്. അപ്പൊ ഒറ്റ കാര്യം പറയാനുള്ളൂ, റെഡ് ബെൽ യൂസ് കാർസ് എന്ന് പറയുന്ന ഈ ഷോറൂമും നൂർ മോട്ടോഴ്സും ഒന്നാണ്. അതറിയാത്ത ഒരുപാട് പേരുണ്ട്, സംശയമുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കാണിച്ച ഇത്രയും ഇന്നോവകളിൽ ഏത് വണ്ടി വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെ അതെ, 4 നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. 4 കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം കുറച്ചേ കൊടുക്കുള്ളൂ കുട്ടിയെ. അങ്ങനെ കൊടുത്തെങ്കിൽ ഇത് പണി നടക്കുള്ളൂ. അല്ലാതെ ഇത് ഷോക്ക് വെറുതെ ഇങ്ങനെ ഒച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. വില കുറച്ച് കൊടുത്ത വ്യാപാരം നടക്കും. അപ്പൊ എന്തായാലും മലപ്പുറത്ത് മോങ്ങത്താണ് ഒരു ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ എന്താവശ്യം ഉണ്ടെങ്കിലും. എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.